നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ജീവിതത്തിൽ പാപകർമ്മങ്ങളെ ചെയ്യുന്ന ആളുകൾക്ക് നരകം അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ ഒരു രീതി ചോട് കാണിച്ചു. നരകം അനുഭവിക്കുക കഴിഞ്ഞാൽ പിന്നെ ആ ജീവനെ വീണ്ടും ഒരു ജന്മത്തിന് വേണ്ടിയിട്ട് മാതൃഗർഭത്തിങ്കലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. അത് ഇവിടെ വേഗം കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ, അത്ര വേഗം ആവില്ല. അപ്പം നരകം അനുഭവിക്കുക കഴിഞ്ഞാൽ വേഗം മനുഷ്യജന്മം കിട്ടണില്ല എന്നർത്ഥം. ചോട് തെടുങ്ങണം. പക്ഷി മൃഗാദികളായിട്ടും ആദ്യം വൃക്ഷങ്ങൾ അങ്ങനെ പോവും, പിന്നെ മൃഗങ്ങളായിട്ട് അങ്ങനെ ജനിക്കേണ്ടി വരും. അങ്ങനെ നശിച്ച് കഴിഞ്ഞിട്ടാണ് 7.5 കോടി ജന്മം വൃക്ഷലതാദികളും പക്ഷി മൃഗാദികളുമായിട്ട് ജനിച്ചതിന് ശേഷമാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. ആ കഥയാണ് ഇനിയിപ്പോൾ അവിടെ പറയുന്നത്. അമ്മയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. കലലം ത്വയകരാത്രേണ പഞ്ചരാത്രേണ ബുൽബുദം. ആ ജീവന് താമസിക്കാനുള്ള ഗൃഹം, ആ ശരീരമുണ്ടല്ലോ, ആദ്യം വെറും ഒരു മാംസ കഷ്ണമാവാൻ തന്നെ കുറേ ദിവസം പിടിക്കും. പിന്നെ അവയവങ്ങളൊക്കെ ഉണ്ടാവുക, ചില കയ്യ് കാല് കണ്ണ് മൂക്ക് ഇതൊക്കെ ഉണ്ടാവുക. ഒരു 5-6 മാസം ആവുമ്പോഴേക്ക് പഞ്ചമേ മാസ്യ അനുപ്രാപതയെ, 5ാമത്തെ മാസം ആവുമ്പോഴേക്ക് ഒക്കെ പൂർണ്ണമായി. വേഷം കെട്ടൽ ഒക്കെ കഴിഞ്ഞു എന്നർത്ഥം. ആ ജീവന്റെ വേഷം കെട്ടിക്കുക പ്രകൃതിയാണ്. കഥകളിക്ക് പകലൂണും കഴിച്ച് വേഷം കെട്ടാൻ ഈ ചെല്ലിയ ആട്ടക്കാരൻ പോയി അങ്ങോട്ട് കിടക്കും. അയാൾ സുഖമായിട്ട് കൂർക്കം വലിച്ച് ഉറങ്ങുക. പിന്നെ ബാക്കിയുള്ളവരാണ് ഈ ചൊട്ടി കുത്തിക്കലൊക്കെ. അത് കഴിഞ്ഞ സമയമായാൽ വിളിച്ചുണർത്തും. ഇയാളൊക്കെ മറന്നിട്ടുണ്ടാവും എന്താ വേഷം, ചോനാടി. പിന്നെ അത് നന്നാവാൻ വേണ്ടിയിട്ട് കുറച്ചങ്ങോട്ട് കഴിക്കുകയും ചെയ്യും. എന്നിട്ടാണ് അരങ്ങത്തേക്ക് വരിക. ഇതുപോലെ നമ്മൾ അമ്മയുടെ ഗർഭത്തിൽ ചെന്ന് കടന്നു. പ്രകൃതി നമ്മുടെ സ്വഭാവം എന്നർത്ഥം. അതാണ് നമ്മളെ വേഷം കെട്ടിക്കണത്. ബോധമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറേ കഴിഞ്ഞ് ഒരു 5ാമത്തെ മാസം ആയാൽ കണ്ണു വീഴ്ച്ചു ചോദിക്കും എന്താ വേഷം, ഇന്നതാണ്. അഹങ്കാരമദ്യം ഒരു 2 കുപ്പി, ഞാൻ എന്നുള്ള അഹങ്കാരം, അതാണ്. അത് കുറേ അങ്ങോട്ട് അകത്താക്കും. അപ്പോഴേക്ക് 10 മാസം തികഞ്ഞു. എന്നാൽ അതിൻ്റെ ഇടയിൽ നാഥമാന ഋഷിർഭീത സപ്തവദ്ധികൃതാഞ്ജലി, ദുർലഭം ചില ആളുകൾക്ക് ഗർഭത്തിൽ വെച്ച് ഓർമ്മ വരുന്നുണ്ട്. അത്രേ നല്ല ബുദ്ധി ഉണ്ടാവുന്നുണ്ട്. എന്ത്, അമ്മയുടെ ഗർഭത്തിലാണ് പ്രവേശിച്ചത്. മുജ്ജന്മങ്ങളിൽ ചെയ്ത പാപം കാരണമാണ് മാതൃഗർഭത്തിൽ പ്രവേശിക്കേണ്ടി വന്നത്, നരകം അനുഭവിച്ചത്. ഇതൊക്കെ ഓർമ്മ വരും ചിലവർക്ക്. ആർക്ക്? അടുത്ത ജന്മത്തിങ്കിൽ ഗുരുവായൂരപ്പനെ സേവിക്കാനുള്ള സൽബുദ്ധി ഉള്ളവർക്ക്. അപ്പൊ പൂർവ്വജന്മത്തിൽ നല്ലോണം ഭഗവാനെ സേവിച്ച ഒരു ജീവന് ഗർഭത്തിൽ വെച്ച് ഈശ്വര സ്മരണ ഉണ്ടാവണു. ഭഗവാനെ വിളിച്ച് സത്യം ചെയ്യുന്നുണ്ട്, ഭഗവാനെ വേഗം എന്നെ പുറത്താക്കണേ, ഞാൻ ഇനി അവിടുത്തെ സേവിച്ചോളാം. ഇങ്ങനെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് സത്യം ചെയ്ത് പുറത്തേക്ക് വന്ന കൂട്ടരാണ് നമ്മളൊക്കെ. അത് സ്മരിക്കാതെയുണ്ട് വയ്യ. അങ്ങനെ ഇല്ലായിരുന്നു എങ്കിൽ നമുക്ക് ഭാഗവതത്തിൻ്റെ മുമ്പിൽ വരാൻ സാധിക്കില്ലായിരുന്നു. ആ ഒരു സദ്വാസനയാണ് നമ്മളെ ഇതിൻ്റെ മുമ്പിൽ എത്തിച്ചത്. ആ പരമാർത്ഥം മറക്കരുത്. ഈ സദ്വാസനയെ നമ്മൾ കൂട്ടിക്കൊണ്ടുവരികയാണ് വേണ്ടത് എന്നർത്ഥം. സാധാരണന്മാർക്ക് അത് കിട്ടില്ല. ആ ക്ലേശങ്ങൾ അനുഭവിച്ചും കൊണ്ട് ഗർഭത്തിൽ കിടക്കുകയാണ്. 10 മാസം കഴിഞ്ഞാൽ ഭഗവാൻ പ്രസൂതി മാരുതന് കൽപ്പന കൊടുക്കും ഇയാളെ പിടിച്ച് പുറത്താക്കാൻ. ഭയങ്കരാണ് ആ ഒരു വരവ്. സാമാന്യം പോലെ അല്ല വരവെങ്കിൽ പിന്നെ ചില കുടില് പിടിച്ചു വലിക്കലും ഭയങ്കരാണ്. പിന്നത്തെ ആ പുറത്തിറങ്ങല തെരപ്പുറപ്പാട്, അല്ലെ സോനാടിയുടെയൊക്കെ തെരപ്പുറപ്പാടാവുമ്പോഴേ മഹാകേമാണ്. ആ തെരശീലട്ട എന്നെ പിടിച്ച് വളക്കൊക്കെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നുണ്ടോന്നൊക്കെയാണ് തോന്നും. അങ്ങനെയാണ് പുറപ്പാട്. ഇതുപോലെയാണ് പല രംഗങ്ങളാണ് അവിടെ. പ്രസവിച്ചു. പ്രസവത്തോടു കൂടിയിട്ട് ഈ ഗർഭത്തിൽ വെച്ച് അനുഭവിച്ച ദുഃഖങ്ങളോ ഇതൊക്കെ അങ്ങോട്ട് മറന്നു. പിന്നെ ബാല്യകാലം അനഭിപ്രേതമാവന്ന പ്രത്യാഖ്യാതും അനീശ്വര എന്നാണ്. ശായിതോശുചി പര്യങ്കേ. ഭയങ്കരാണ് കുട്ടിക്കാലം. എവിടെയാ സുഖം എന്നാണ് ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്നത്.
കുട്ടികളായിരിക്കുന്ന കാലത്ത്, ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് സുഖമുണ്ടോ? ദാഹിക്കുന്നുണ്ടാവും, വിശക്കുന്നുണ്ടാവും. അമ്മയോട് പറയാൻ വയ്ക്കുമോ? അമ്മയെ വെള്ളം കുടിക്കണമെന്ന് പറയാൻ വയ്ക്കുമോ? പിന്നെന്താ? ബാലാനാം രോദനം ബലം. കൊതു കടിക്കും. കൊതു അങ്ങനെ കടിച്ച് ചൊറിയാൻ വയ്ക്കുമോ? വയ്യ. അപ്പൊ എന്താ കുട്ടി ചെയ്യുക? നിലവിളിക്കുക. കൊതു കടിച്ച് നിലവിളിക്കുന്ന സമയത്ത് അമ്മ, ദിവ്യദൃഷ്ടിയൊന്നുമില്ല അമ്മയ്ക്ക്. അമ്മ ആലോചിക്കും, എന്തിനാ അവൻ നിലവിളിക്കുന്നത്? വിസ്ന്നിട്ടാണ് എന്ന് വിചാരിച്ച് നിലവിളിക്കുകയാണ്. നോക്കണേ, നിലവിളിക്കാനും കൂടി നിവൃത്തിയില്ലാതെയാക്കും വായിൽ കുത്തി തിരുകിയിട്ട്. എന്നിട്ട് എന്താ വേണ്ടത് നിശ്ചയില്ലാതെ ഉണ്ട് കടന്നു പൊളയാ അല്ലേ? എന്നിട്ടോ നിലവിളി നിർത്തുന്നില്ല വെച്ചാൽ പിന്നെ എന്താ ഉണ്ടാവുക? അമ്മ പിടിച്ചു നുള്ളും. അതാണ്. ഉരിയിരിക്ക പുറത്തില്ല, ഞാൻ ദാസിയെ വിളിക്കും, നോക്ക അബനയോട് കൊണ്ടുപോ, ശബ്ദം ഇട് കേൾക്കരുത് എന്നാ കൽപ്പന. അത് സാധാരണ അമ്മമാരായാൽ, ഇനി ബഹുപരിഷ്കാരികളൊക്കെ ആയാൽ കുറേയും കൂടിയും ഭയങ്കരമാണ്. ഒലൊടിക്കാനും കിട്ടില്ല. പോട്ടെ, ആകെ നമുക്ക് ശീലമുള്ളതല്ലേ. അതിപ്പോ ഇതിൻ്റെ ഇടയിൽ നമുക്ക് സ്മരിക്കണ്ട. കുട്ടിക്കാലം ഭയങ്കരമാണ്. പിന്നെ വിദ്യാഭ്യാസം, ആ കാലത്തുണ്ടോ സുഖം? അപ്പോഴും ഇല്ല. അതും കഴിഞ്ഞ് യൗവനയുക്തനായാൽ, നമ്മ കുട്ടിക്കാലത്ത് സാധാരണ കൊതുവാണ് കടിക്കുക. യൗവനദശയിലേക്ക് കാലെടുത്തു വെച്ചാൽ കാമക്രോധ ലോഭമോഹമത മത്സരങ്ങളാകുന്ന കൊതുക്കളാണ് വന്ന് കടിക്കുക. ഭയങ്കരാണ് യൗവനകാലവും. ഇങ്ങനെ അമ്മയെ പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം. ഇതാണ് മനുഷ്യന്റെ സംസാര ദുഃഖത്തിന്റെ രീതി. ഇത് ആലോചിച്ച് ഇങ്ങനെയുള്ള ദുഃഖങ്ങളാണ് നമ്മൾ സഹിക്കണത്. ഇതിൽ നിന്ന് നമുക്ക് കരകയറണം. ജീവന് അവകാശപ്പെട്ടതായിട്ടുള്ള ഒരാനന്ദം നമ്മുടെ ആയിട്ട് ഇരിക്കുന്നു. ആ ആനന്ദം നമുക്ക് അനുഭവിക്കാറാവുകയാണ് വേണ്ടത്. ഒരു കല്യാണം കഴിഞ്ഞു. വധൂവരന്മാര് വീട്ടിലേക്ക് പോവുകയാണ്. വഴിയിൽ ഒരു പുഴ കടക്കാണ്ടായിരുന്നു. വഞ്ചി കടക്കുകയാണ്. പുഴയുടെ നടുക്ക് വെച്ച് വഞ്ചി മറിഞ്ഞു. വധുവും വരനും ഒഴുകിപ്പോയി. വരൻ കുറെ കഴിഞ്ഞൊരിക്കൽ കയറ്റി, ഒരിക്കൽ കയറി. വധു ഒരു 2 നാഴികയും കൂടിയും പുഴയെ കൂടി പോയിട്ടാണ് കര പറ്റാൻ സാധിച്ചത്. വരൻ ഒരു ഡോക്ടറാണ്. എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ? അയാൾ നല്ലൊരു വൈദ്യശാല എന്ന് മലയാള ഭാഷയിൽ പറയുന്നു. മരുന്ന് കച്ചവടം, ഒരു ഇതൊക്കെ ആസ്പത്രിയൊക്കെ വെച്ച് കെട്ടി സ്വന്തമായിട്ട് നല്ല നിലയിലെത്തി വരൻ. വധു എവിടെയോ പോയി കരപറ്റി. നല്ല സ്വബോധം തന്നെ ഇല്ല. കുറെ വെള്ളമൊക്കെ കുടിച്ച അവശയായിട്ട് എന്തിന് ബുദ്ധിക്ക് തന്നെ മാറ്റം വന്നു പോയി. താൻ ആരാണെന്ന് തന്നെ നിശ്ചല്യാതയുണ്ടായി. പിച്ചയ്ക്ക് നടക്കാൻ തുടങ്ങി. ആ വധു ദണ്ണം പിടിച്ച് എന്തിന്? മരുന്നിന് വേണ്ടിയിട്ട് പല ദിക്കിലും തെണ്ടി നടന്ന് തൻ്റെ ഭർത്താവ് ആസ്പത്രി വെച്ചിട്ടുണ്ടല്ലോ അവിടെ എത്തി. കയ്യ് നീട്ടാണ്, പിച്ച തരണം. ഇതുപോലെയാണ് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് കയ്യ് നീട്ടുന്നത്. ജീവിത വഞ്ചി മറന്നു. ആ ഡോക്ടറുടെ മരുന്നിനും ആസ്പത്രിക്കും മുഴുവൻ അധികാരിയാണ് ആ സ്ത്രീ. പക്ഷേ താൻ പിച്ചക്കാരിയാണ് ധരിച്ചു. ഇത് തൻ്റെ ഭർത്താവാണെന്ന് മനസ്സിലാക്കിയില്ല. ഈ സ്വത്തിന് മുഴുവൻ താൻ അധികാരിയാണോ എന്ന് മനസ്സിലാക്കിയില്ല. ആ സ്ത്രീ പിച്ച ചോദിക്കുന്നു. തത്വമസി ഭാഗവതം നമ്മളെ ഉപദേശിക്കുന്നു. ആ സച്ചിദാനന്ദ സ്വരൂപിയായിട്ടുള്ള ഭഗവാന്റെ, ഗുരുവായൂരപ്പന്റെ ആനന്ദത്തിന് അവകാശപ്പെട്ട ആളുകളാണ് നമ്മളൊക്കെ. ജീവൻ നമ്മളൊക്കെ ധരിച്ചു ആരാണ്. ഈ കുറെ അകത്തേക്ക് അഹങ്കാരമതിയൊക്കെ അങ്ങോട്ട് ചെന്നപ്പോഴേക്ക് സംസാര രോഗം പിടിപെട്ട് ബുദ്ധി മാറി താൻ ആരാണ് എന്ന് മറന്ന് തെണ്ടി പിച്ചയ്ക്ക് നടക്കുകയാണ് ഇന്ന് നമ്മൾ. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചെന്നാൽ നമുക്ക് ആ ബോധമാണ് ഉണ്ടാവേണ്ടത്. തത്വമസി. നമ്മളിങ്ങനെ കഷ്ടപ്പെടേണ്ടവരല്ല. നമുക്ക് ആനന്ദം, എടുത്താലൊടുങ്ങാത്ത ആനന്ദം അനുഭവിക്കാൻ അവകാശപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. ഇത് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ സംസാര ചക്രത്തിൽ നിന്ന് ഒഴിവാവണം. ഇനി വേറെ ഒന്നുണ്ട് അമ്മേ. പിതൃഗണസുരയാജി ധാർമ്മികോയോ ഗൃഹസ്ഥ.
നല്ല നിലയിൽ പുണ്യം ചെയ്ത പാപം ചെയ്യുന്നവർക്കുള്ള കഥയാണിത്. ഇനി പുണ്യം ചെയ്യുന്നവര് നേരത്തെ കുളിക്കുക, അഹരഹ സന്ധ്യാമുപ വിധിച്ചിട്ടുണ്ടല്ലോ. സന്ധ്യാവന്ദനാദികൾ വേണ്ടതുപോലെ ചെയ്യുക, ചാത്തൂട്ടുക, ദേവന്മാരെ പൂജിക്കുക, കുലദൈവങ്ങളെ പൂജിക്കുക, സകല അമ്പലങ്ങളിലും തൊഴുക, സകല തീർത്ഥങ്ങളിലും സ്നാനം ചെയ്യുക. ഇങ്ങനെ വേണ്ടതുപോലെ ജീവിക്കുന്ന ഒരാളുണ്ട്. ആ ആൾക്കോ സചനി പതതി കാലേ, അവനവൻ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലം കഴിഞ്ഞാൽ അങ്ങോട്ട് അധപ്പതിച്ചു. എൻ്റെ ഗുരുനാഥൻ പച്ച മലയാളത്തിൽ പറയാറുണ്ട്, നല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് വലിയ കഥയായിട്ട് യാഗമൊക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ വിശ്വസ്കാരത്തിൽ പങ്കുചേരാം, നല്ല പേര് കിട്ടും, ഊണൊഴിക്കാറായ മാന്യസ്ഥാനത്ത് ഇല വയ്ക്കുമായിരിക്കാം. അല്ലാതെ കണ്ട് ഗുരുവായൂരപ്പൻ്റെ ദൃഷ്ടിയിൽ അതൊന്നും ഒരു മഹത്വമാവണില്ല എന്ന് മാത്രമല്ല, എന്താ പുരീഷമിവ വിഭുജ, ഭക്തിയോഗത്തിൽ ശ്രദ്ധ വരാതെ കണ്ട് ബാക്കി എന്തിൽ തന്നെ നമുക്ക് ശ്രദ്ധ വന്നാലും അത് പഞ്ചാരപ്പായസം കഴിക്കാൻ കിട്ടിയ അത് നീക്കി വെച്ചിട്ട് പുരീഷം വാരി തിന്നും പോലെയുള്ളൂ എന്ന്. ഏതായിക്കോട്ടെ, ഭക്തി ഒഴികെ ബാക്കിയൊക്കെ പുരീഷം ഇവ വിഭുജ. ഒരു യജമാനൻ പിറന്നാളിൻ്റെ അന്ന് ഷഷ്ടിപൂർത്തിയാണ്, ഗംഭീരായിട്ട് അടപ്രഥമൻ വെച്ച് സകല ആളുകൾക്കും കൊടുക്കണം നിശ്ചയിച്ചു. അയാളുടെ മലയില് കാട്ടിൽ പണി ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്, അവരെയൊക്കെ വിളിച്ചു. നല്ലത് കഴിക്കട്ടെ കുറെ നിശ്ചയിച്ചിട്ട് പാത്രം വയ്ക്കാൻ പറഞ്ഞു. അവർ ഈ പാള, കാടന്മാരാണ്, പാള കുത്തിയിട്ട് പാത്രം പടിക്കൽ കൊണ്ടു വെച്ചു. അപ്പൊ യജമാനൻ പറഞ്ഞു എല്ലാവർക്കും നല്ലവണ്ണം പാത്രം നിറച്ചു കൊടുക്കാൻ പറഞ്ഞു. പാളയിൽ നിറച്ച് വിളമ്പി. ഇവര് മാറി നിൽക്കുക, വിളമ്പ് കഴിഞ്ഞിട്ട് വന്ന് എടുത്താൽ മതി വെച്ചിട്ട് വിളമ്പലമൊക്കെ കഴിഞ്ഞു. വന്ന് അതിൻ്റെ മുമ്പിലിരുന്നു. ഒരാള് ആ പായസം അങ്ങനെ നോക്കി, അടപ്രഥമനെ നല്ല ചോപ്പ അമ്പലപ്പുഴ പായസമൊക്കെ ഇല്ലേ അതുപോലെ നോക്കിയപ്പോൾ തന്നെ അയാൾക്ക് പിടിച്ചില്ല. അതിൻ്റെ ആ അല്പം ചോപ്പ് രാശി കലർന്ന ആ നിറവും പാലും പഞ്ചാരയും ഒക്കെ കൂടി കിടന്ന് തളച്ച് വെന്ത് അതിന്നുണ്ടാവുന്ന ഒരു സൗരഭ്യം അങ്ങോട്ട് വന്നപ്പോൾ അത് അയാൾക്ക് പിടിച്ചില്ല. എന്താ നോക്കട്ടെ, ഒരു വിരലോണ്ട് തൊട്ട് നാവുമ്മിൽ വെച്ച് നോക്കി. അത് അയാൾ പറയാണ്, ഓ എൻ്റെ തമ്പുരാനെ, ഈ പാള ചീത്തിയാക്കിയല്ലോ, ഇത്ര വഷളായിട്ടുള്ള സാധനം ഈ പാളയിൽ വിളമ്പിയിട്ട് പുരീഷമിവ വിഭുജാം. എഴുത്തച്ഛൻ പറയണു, പകലിരവു പദ കമലമകതളിരിൽ നണ്ണുകിൽ പങ്കജാക്ഷൻ കനിഞ്ഞെന്തു ചെയ്യാത്തതും സുഖതരുണി ജനമണിയുമണിമകുടമാലികേ ചൊല്ലടോ ചൊല്ലടോ കൃഷ്ണലീലാമൃതം സുഖവിഭവമിതിലധികമിഹ നഹി നമുക്കഹോ ദുഃഖങ്ങൾ ഉൾക്കമ്പിലൊക്കെ നീങ്ങിതുലോം. ഭഗവത് പ്രാപ്തിക്ക് പുണ്യവും പാപവും വിരോധമാണ്. പുണ്യം സ്വർണച്ചങ്ങല കൊണ്ടുള്ള കെട്ട്, പാപം ഇരുമ്പ് ചങ്ങല കൊണ്ടുള്ള ബന്ധനമാണ്. ബന്ധനം ബന്ധനം തന്നെ, സ്വർണച്ചങ്ങലയായാലും അതൊന്നുമല്ല നമുക്ക് വേണ്ടത്. ഭഗവത് പാദത്തിൽ ഭക്തിയാണ് മനുഷ്യജന്മം കൊണ്ട് സമ്പാദിക്കേണ്ടത് എന്നൊക്കെ കപിലവാസുദേവർ ഉപദേശിച്ചു. ചോദിച്ചു, അമ്മേ ഇപ്പൊ പരിഭ്രമമൊക്കെ തീർന്നില്ലേ, നരകത്തിലേക്ക് പോണ്ടി വരുമോ, അമ്മയ്ക്ക് സംശയം ഉണ്ടോ? കണ്ണിൽ കണ്ണീരണിഞ്ഞു ആ അമ്മ. ഉണ്ണി, യാതൊരു അവിടുത്തെയുടെ തിരുനാമം അറിഞ്ഞിട്ടോ അറിയാതെ കണ്ടോ ഒന്ന് ജപിച്ചു പോയാൽ തന്നെ ആ ജീവന് മോക്ഷമാണ് എന്നിരിക്കെ ആ സാക്ഷാൽ സർവൈശ്വരനെ 10 മാസം ഗർഭത്തിൽ ധരിച്ച് മമതയോടുകൂടി വളർത്തി ദാ ഇപ്പോ അവിടുത്തെയുടെ തിരുമുഖത്തിൽ നിന്ന് ഉപദേശവും മേടിക്കാൻ സാധിച്ചു. എനിക്കൊരു നരകം, ഞാൻ കൃതാർത്ഥയാണ് എന്നാണ്. അപ്പോൾ പുതുതായിട്ടൊന്നും കിട്ടിയില്ല ദേവഹൂതിക്ക്. ആ മനസ്സിലുണ്ട് വരല്. അതുപോലെ നമുക്കും തോന്നണം. അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ ഭഗവാനെ സേവിക്കുന്നവരാണ്, തിരുനാമകീർത്തനം ചെയ്യുന്നുണ്ട്, ഭാഗവതം വായിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നമ്മൾ കൃതാർത്ഥന്മാരാണ്. നമുക്കൊരു പാപമില്ല, നമുക്ക് പുനർജന്മമില്ല. ആ ഒരു കൃതാർത്ഥത സേവിച്ചിട്ട് വേണേ, വെറുതെ അങ്ങോട്ട് വിചാരിച്ചാൽ പോരാ. അതുകൊണ്ട് ആ ഒരു ബോധം നമുക്കും കൊണ്ട് ഉണ്ടാവണം. ഇതാണ് ഋഷിപ്രോക്തം. നമ്മുടെ
ഭാരതത്തിലെ നമ്മുടെ പഴയ ഋഷിമാര് നമുക്ക് പറഞ്ഞു തരുന്നത് തത്വമസി, നീ പാപിയല്ല, നിനക്ക് പാപമില്ല. ഇതാണ് ആരുഷ സംസ്കാരത്തിൻ്റെ മഹത്വം. അതൊക്കെ നമ്മൾ ഇടയ്ക്കെങ്കിലും ചിന്തിക്കണം. നമ്മൾ ഈ വക വിചാരങ്ങളൊക്കെ, ഈ വക സംസ്കാരങ്ങളൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ പരിഷ്കാരത്തിൻ്റെ പിന്നാലെ പോയിട്ട് ഇന്നിപ്പോൾ എന്താ ഉണ്ടായത്? നമ്മുടെ സകല സംസ്കാരങ്ങളെയും നമ്മൾ സംസ്കരിച്ചു. അതാ ഉണ്ടായത്. അതിൻ്റെ സംസ്കാരം കഴിച്ചു. അതാ ഉണ്ടായത്. ചിലപ്പോഴെങ്കിലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഭാഗവതം നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. ദേവഹൂതി ദേവി ക്രമേണ കപിലവാസുദേവൻ അമ്മയോട് യാത്ര പറഞ്ഞു പോയി. ദേവഹൂതി ദേവിയും ക്രമേണ പ്രാരബ്ധാവസാനത്തിൽ തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ചു. ദേവഹൂതിയുടെ ശരീരം തന്നെ തീർത്ഥമായിട്ട് ആ ബിന്ദു സരസിൽ ഒഴുകിച്ചേരുകയാണ് ഉണ്ടായത്. ഭഗവാനെ സേവിക്കുന്ന ഒരു ഭക്തന്റെ ശരീരം തന്നെ സാധാരണ ദേഹം പോലെ അല്ല. വ്യത്യാസമുണ്ട്. എല്ലാവരുടെ ദേഹവും ഒന്നല്ലേ, പഞ്ചഭൂതല്ലേ, ചോരയല്ലേ, എല്ലാറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിക്കും. വ്യത്യാസമുണ്ട്. ഭഗവാൻ ഒരു ഡോക്ടർ പരിശോധിച്ചാൽ തന്നെ ഇന്ന് വ്യത്യാസം കാണുന്നു എന്നർത്ഥം. മരുന്ന് സാധാരണ ഒരാളിൽ ഫലിക്കുന്നത് പോലെയല്ല ഈശ്വര ഭക്തനായിട്ടുള്ള ഒരാളുടെ ദേഹത്തിൽ ഫലിക്കുന്നത്. ഇതൊക്കെ നമുക്ക് അനുഭവമുണ്ട്. അതുകൊണ്ട് ഗുരുവായൂരപ്പനെ സേവിക്കുന്നതിന് ഒരു പ്രത്യേക ശക്തിയുണ്ട്. ദൈഹികമായിട്ടോ ആത്മീയമായിട്ടോ ഏത് നിലയ്ക്ക് നോക്കിയാലും ഭഗവത് ഭജനത്തിനുള്ള ഒരു പ്രത്യേകത ഇവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കാപിലം എന്നുള്ള ആ ഭാഗം അവസാനിച്ചത്. ഇങ്ങനെ ഭാഗവതത്തിൽ തൃതീയ സ്കന്ധം കഴിഞ്ഞു. ഇനി സപ്തമത്തിങ്കിലേക്ക് കടക്കുകയാണ്. സർവത്ര